ആശ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ വെളിയിൽ നിന്ന് ജ്യൂസുകൾ വാങ്ങി കഴിക്കാറുണ്ട്. മിക്കവാറും എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും റോഡ് അരികുകളിലും ഒക്കെ ജ്യൂസ് കടകൾ കാണും. പലതരത്തിലുള്ള ജ്യൂസുകൾ കിട്ടാറുണ്ട്. കുപ്പികളിൽ അടച്ചു വച്ചിരിക്കുന്ന ജ്യൂസുകൾ, റെഡിമെയ്ഡ് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്യൂസുകൾ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഫ്രഷ് ജ്യൂസ് കിട്ടാറുണ്ട്. ഫ്രഷ് ജ്യൂസ് പഴവർഗ്ഗങ്ങൾ അന്നേരം തന്നെ നമ്മളുടെ കൺമുന്നിൽ വെച്ച് പഴവർഗ്ഗങ്ങൾ ജ്യൂസാക്കി എടുക്കുകയാണ് പതിവ്. മുന്തിരിയാട്ടെ, പൈനാപ്പിൾ, അല്ലെന്നുണ്ടെങ്കിൽ പച്ചക്കറികളായ കുക്കുംബർ, ക്യാരറ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള ജ്യൂസുകൾ, ലൈം ജ്യൂസ്, ഇതെല്ലാം അന്നേരം തന്നെ നമ്മൾക്ക് റെഡിയാക്കി തരും. പച്ചക്കറികളോ അല്ലെന്നുണ്ടെങ്കിൽ പഴവർഗ്ഗങ്ങളോ അടുത്തുള്ള കുപ്പികളിൽ നിറച്ചു വെച്ചിട്ടുണ്ടായിരിക്കും കഷണങ്ങളാക്കി. ഈ കഷണങ്ങൾ ജ്യൂസറിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ജ്യൂസായി ഗ്ലാസ്സിലേക്ക് നമ്മൾക്ക് പകർന്ന് എടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഫ്രഷ് ജ്യൂസ് നമ്മൾക്ക് ലഭിക്കുക. ഇതുപോലെയുള്ള ഒരു ജ്യൂസിൻ്റെ കഥയാണ് ഇന്ന് പറയുന്നത്. ആപ്പിൾ ജ്യൂസ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ആപ്പിൾ ജ്യൂസ് ധാരാളമായി കിട്ടുന്ന ഒരു സംഗതിയല്ല. ഇന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം ആപ്പിൾ ജ്യൂസ് ഞാൻ കുടിച്ചിട്ടുള്ളത് ഒരേ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാത്രമാണ്. അവിടെ മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ. അത് ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനാണ്. മുംബൈയിലെ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ വെസ്റ്റേൺ റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനാണ്. അവിടെ നിന്നാണ് ട്രെയിനുകളൊക്കെ പുറപ്പെടുകയും അവിടെ ആണ് അവസാനിക്കുകയും ചെയ്യുക. വെസ്റ്റേൺ റെയിൽവേയുടെ എല്ലാ ട്രെയിനുകളും പുറപ്പെടുകയും അവസാനിക്കുകയും ചെയ്യുന്ന മേജർ സ്റ്റേഷനാണ് ചർച്ച് ഗേറ്റ് സ്റ്റേഷൻ. മുംബൈയുടെ സിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ട്രെയിനുകളും ചർച്ച് ഗേറ്റ് സ്റ്റേഷനിലാണ് വരിക. അവിടെ നിന്നാണ് മുംബൈ സിറ്റിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുക. അപ്പോൾ ചർച്ച് ഗേറ്റ് സ്റ്റേഷൻ വഴിയാണ് നമ്മൾ സിറ്റിയിലേക്ക് യാത്ര ചെയ്യേണ്ടത്. ഈ ചർച്ച് ഗേറ്റ് സ്റ്റേഷനിൽ മാത്രമേ ഉള്ളൂ ഞാൻ ആപ്പിൾ ജ്യൂസ് കണ്ടിട്ടുള്ളത്. ആപ്പിൾ ജ്യൂസ് അവിടെ പോകുമ്പോൾ ആപ്പിൾ ജ്യൂസ് വാങ്ങി കുടിക്കുക പതിവായിരുന്നു. വളരെ രുചിയാണ് ആപ്പിൾ ജ്യൂസിന്. ആപ്പിളിൻ്റെ കളറാണ്. ആപ്പിളിന് പുറകുവശത്ത് ഒരു ലൈറ്റായിട്ടുള്ള ഒരു മെറൂൺ നിറമാണ്. അതേ നിറമാണ് ഈ ജ്യൂസിന്. ആപ്പിളിൻ്റെ അതേ രുചി. അതിൽ പ്രത്യേകമായി പഞ്ചസാരയോ ഐസ് കട്ടയോ ഒന്നും ചേർക്കുന്നതായി കണ്ടിട്ടില്ല. ആപ്പിളിന് ഒരു പ്രത്യേക രുചിയുണ്ട്, ഒരു ചെറിയ ചവർപ്പും അതോടൊപ്പം നല്ല മധുരവും. അതേ രുചിയിലാണ് ഈ ആപ്പിൾ ജ്യൂസ് കിട്ടുക. എന്നാൽ ആപ്പിൾ ജ്യൂസ് ഫ്രഷ് ജ്യൂസാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അത് കുപ്പിയിൽ അടച്ചു വെച്ച ജ്യൂസാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇത് ഞാൻ വാങ്ങി കുടിച്ചിട്ടുള്ളത് ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീനറി ഈ ചർച്ച് ഗേറ്റ് സ്റ്റേഷനിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. മുംബൈയിലുള്ള മറ്റൊരു റെയിൽവേ സ്റ്റേഷനിലും ഇത് കണ്ടിട്ടില്ല. ഇത് അതിൻ്റെ മെഷീനറിയുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം അതിൽ നമ്മൾക്ക് ആപ്പിൾ അതിനകത്ത് ഇട്ടിട്ട് ജ്യൂസ് എടുക്കുന്നതൊന്നും കണ്ടിട്ടില്ല. മറ്റേ പൈനാപ്പിൾ ജ്യൂസ് എടുക്കുന്നത് പോലെ, പൈനാപ്പിൾ മുറിച്ച് മിക്സറിനകത്ത് ഇടുന്നത് പോലെ ആപ്പിൾ മുറിച്ച് ഈ മെഷീനകത്ത് ഇടുന്നതൊന്നും കണ്ടിട്ടില്ല. പുറമേ നിന്ന് കാണാനുള്ളത് ഒരു ചതുരപ്പെട്ടി മാത്രമാണ്. ഒരു ഗ്ലാസിൻ്റെതായിട്ടുള്ള ഒരു ചതുരപ്പെട്ടി. അതിനുള്ളിൽ ഈ ജ്യൂസ് നിറഞ്ഞ് കിടക്കും. അതിൽ നിന്ന് ടാപ്പ് വഴി ഗ്ലാസ്സിലേക്ക് ജ്യൂസ് നമ്മൾക്ക് പകർന്നു തരും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന അനുസരിച്ച് ഈ ചതുരപ്പെട്ടിക്കുള്ളിൽ ജ്യൂസ് നിറഞ്ഞ് വരികയാണ് ചെയ്യുക. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് കോഫി മേക്കർ പോലെയുള്ള ഒരു മെഷീനായിരിക്കും. കോഫി മേക്കറിനകത്ത് നമ്മൾക്ക് പുറമേ ഒന്നും കാണാനില്ല. നമ്മൾ കാണുന്നത് ഒരു ചതുരപ്പെട്ടി മാത്രമാണ്. അതിനുള്ളിൽ കോഫി പൗഡറും പാലും പഞ്ചസാരയും ഒക്കെ വയ്ക്കുവാൻ വേണ്ടി പ്രത്യേക ഇടങ്ങളുണ്ട്. അവിടെ നിന്ന് അത് മെഷീൻ തന്നെ കോഫിയായിട്ട് മിക്സ് ചെയ്തിട്ട് കോഫി പാലൊഴിച്ച കാപ്പിയായിട്ട് നമ്മൾക്ക്
ടാപ്പ് വഴി കിട്ടുകയാണ് പതിവ്. അത് ടെക്നോളജി ആയിരിക്കും ഈ ആപ്പിൾ ജ്യൂസ് മെഷീന് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. കാരണം അത് ഉണ്ടാക്കുന്ന വഴിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ അതിനകത്ത് മെഷീനകത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാനില്ല. ഒരു ചതുരപ്പെട്ടി കാണാം. ആ ചതുരപ്പെട്ടിയിൽ ഈ അതിനുള്ളിൽ ഈ ജ്യൂസ് കയറി വരുന്നത് കാണാം. അത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും വളരെ രുചികരമായ ഈ ആപ്പിൾ ജ്യൂസ് ഞാനത് കണ്ടിട്ടുള്ളത് ഇതേ ഒരു റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ ഉള്ളൂ. എനിക്കറിഞ്ഞൂടാ അത് മറ്റുള്ള റെയിൽവേ സ്റ്റേഷനിലൊന്നും പതിവില്ലാത്തത് എന്താണെന്ന്. ഇത് വളരെ പണ്ട് കാലത്ത് ഞാൻ അതുവഴി പോയപ്പോൾ കണ്ടിട്ടുള്ള അനുഭവമാണ്. അന്ന് ആണ് ആപ്പിൾ ജ്യൂസ് കുടിച്ചിട്ടുള്ള അനുഭവമാണ്. പിന്നീട് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ, വേറെ അവിടെ ഇപ്പോഴതുണ്ടോ, അതോ മറ്റു സ്ഥലങ്ങളിലേക്കും ഇത് വ്യാപിച്ചിട്ടുണ്ടോ, അതൊന്നും വലിയ നിശ്ചയമില്ല. എങ്കിലും വളരെ രുചികരമായ ആപ്പിൾ ജ്യൂസിൻ്റെ രുചി ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നു. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.